ഹായ് ഗൈസ്, വെൽക്കം ടു വീലൻ. ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ വിഭജനം ആധുനിക ലോക ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള ഇവൻസുകളിലൊന്നാണ് 1947 ഇന്ത്യ വിഭജനം. ഇതിനെ തുടർന്ന് രണ്ട് പുതിയ രാജ്യങ്ങൾ രൂപപ്പെട്ടു വരുന്നു. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിഭജനം നടന്നത്? അതിൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ പങ്ക് എന്താണ്? 1906 ഡിസംബർ 30 ധാക്കയിൽ വെച്ച് രൂപം കൊണ്ട മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രാതിനിധ്യം വേണമെന്ന് പറയുന്ന ഒരു ആശയത്തെ തുടർന്ന് രൂപം കൊണ്ടുവന്ന ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ അൾട്ടിമേറ്റ്ലി എങ്ങനെയാണ് വിഭജനത്തിലേക്ക് പര്യവസാനിച്ചത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുവാനായി പോകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഈ ഒരു രാജ്യത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അവർക്ക് വേണ്ട വിധത്തിലുള്ള പൊളിറ്റിക്കൽ റൈറ്റ്സ് ലഭിക്കുകയില്ല എന്നും ഹിന്ദു ഭൂരിപക്ഷമുള്ളൊരു രാജ്യത്ത് നമ്മൾ തഴയപ്പെട്ടു പോകുമെന്നും അവർ ഭയപ്പെട്ടിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനൊരു വസ്തുത ഇല്ലായിരുന്നു എങ്കിൽ കൂടെ ഇതിലേക്കൊക്കെ ചെന്നെത്തിയത് അതിനു മുമ്പ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ നടത്തിയിട്ടുള്ള പല പ്രവർത്തനങ്ങളാണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അല്ലെങ്കിൽ അലിഗഡ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനായിട്ടുള്ള ഇദ്ദേഹം പല പ്രവർത്തനങ്ങളും ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. അതായത് ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം നിലവിൽ വരുന്ന സമയത്ത്, ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം നിലവിൽ വരുന്ന സമയത്ത് അവിടെ മൈനോറിറ്റി ആയിട്ട് വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പൊളിറ്റിക്കൽ റൈറ്റ്സും അതുപോലെ തന്നെ സ്ഥാനങ്ങളുമൊക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പോകുമെന്ന് വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തിയിട്ടുള്ളൊരു മനുഷ്യനാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഈ ഒരു വാക്കുകൾ അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനങ്ങളാണ് പിന്നീട് 1906 ധാക്കയിൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപപ്പെടുന്നതിനുള്ള ഗ്രൗണ്ട് വർക്ക്സ് ആയിട്ട് മാറുന്നതും. ആദ്യകാലങ്ങളിൽ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മോഡറേറ്റ് ആയിരുന്നു. സർക്കാരിൽ അവർക്ക് വേണ്ട വിധത്തിലുള്ള പ്രാതിനിധ്യം നൽകുക, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കൾച്ചറൽ റൈറ്റ്സ് സംരക്ഷിക്കപ്പെടുക തുടങ്ങിയവ മാത്രമായിരുന്നു ഇവർ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്ന ആവശ്യങ്ങൾ. എന്നാൽ പിന്നീട് കാലം കഴിയും തോറും ഈ ആവശ്യങ്ങൾക്ക് ഡ്രാസ്റ്റിക്കലി അനേകം മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. അതതിൻ്റെ പീക്കിലേക്ക് എത്തുന്നത് നേതൃനിരയിലേക്ക് മുഹമ്മദ് അലി ജിന്ന എത്തപ്പെടുകയും ഒരു പുതിയ മുസ്ലിം സ്റ്റേറ്റ് ഡിമാൻഡ് ചെയ്യാൻ ആരംഭിക്കുന്നതിലൂടെയുമാണ്. അങ്ങനെ 1930 ജിന്ന മുസ്ലിം ലീഗിന് വലിയ രീതിയിലുള്ള ടു നേഷൻ തിയറി പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആരംഭിക്കുകയും, അതായത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമായി രണ്ട് വ്യത്യസ്ത രാജ്യങ്ങൾ വേണമെന്നുള്ള ആശയം. ഇതിനായി ജിന്ന പറഞ്ഞ കാരണങ്ങൾ ഇതാണ്: രണ്ട് വ്യത്യസ്ത റിലീജിയൻ, അതായത് രണ്ട് വ്യത്യസ്ത മതങ്ങളിൽപ്പെടുന്ന കൾച്ചറൽ വാല്യൂസ് ഉള്ള ഇവർക്ക് സമാധാനപരമായി ഒരു രാജ്യത്ത് നിലനിന്ന് പോകാൻ സാധിക്കുകയില്ല എന്ന വളരെ വിചിത്രമായിട്ടുള്ള വാദങ്ങളാണ് അതിനായിട്ട് മുഹമ്മദ് അലി ജിന്ന മുന്നോട്ട് വെച്ചത്. ജിന്നയുടെ ഈയൊരു വാദമാണ് പാകിസ്ഥാൻ എന്ന പുതിയൊരു രാജ്യം വേണമെന്നുള്ള ഡിമാൻഡുകളുടെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഇടുന്നത്. അങ്ങനെ 1940 ആവുകയും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ ആനുവൽ സെക്ഷൻ ലാഹോറിൽ വെച്ച് നടക്കുകയും ചെയ്തു. അങ്ങനെ നടന്ന ആ ഒരു സെക്ഷനിൽ വെച്ച് അവർ റെസൊല്യൂഷൻ പാസ്സാക്കുന്നുണ്ട്. ആ റെസൊല്യൂഷൻ അറിയപ്പെടുന്ന പേരാണ് ലാഹോർ റെസൊല്യൂഷൻ എന്ന പേരിൽ. അങ്ങനെ ഈ ഒരു റെസൊല്യൂഷൻ വഴി മുസ്ലിം ഭൂരിപക്ഷമുള്ള നോർത്ത് വെസ്റ്റും കൂടാതെ ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്തും സ്വതന്ത്ര രാജ്യം വേണമെന്നുള്ള ആവശ്യം ശക്തമായിട്ട് ഉന്നയിക്കാൻ ആരംഭിച്ചു. ഇതോടുകൂടി ഇന്ത്യയിൽ രാഷ്ട്രീയപരവും സാമൂഹികപരവുമായിട്ടുള്ള സ്ഥാനം എന്ന ആവശ്യം മാറി ലീഗിൻ്റെ ആവശ്യം രാജ്യത്തെ വിഭജിക്കുക എന്നതായി മാറി. എന്നാൽ നെഹ്റു, ഗാന്ധി തുടങ്ങിയവരൊക്കെ ഈ ഒരു ആശയത്തെ എതിർക്കുകയും യൂണിഫൈഡ് ഇന്ത്യ എന്ന് പറയുന്ന ആശയവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ 1946 ആകുകയും ഇലക്ഷൻ നടക്കുകയും റിസർവ്ഡ് സീറ്റുകളിലെല്ലാം തന്നെ ലീഗ് ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഇതോടുകൂടി തന്നെ ഇൻഡിപെൻഡൻറ്റ് മുസ്ലിം സ്റ്റേറ്റ് എന്ന് പറയുന്ന ആവശ്യം കൂടുതൽ ശക്തമാവുകയും 1946 ഓഗസ്റ്റ് 16 ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതോടുകൂടി ഇന്ത്യയിൽ അതിക്രൂരമായിട്ടുള്ള വയലൻറ്റ് കമ്മ്യൂണൽ റിവോൾട്ടുകൾ നടക്കുകയും കൽക്കട്ടയിൽ മാത്രമായി തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ മരണമടയുകയും ചെയ്തു. ഇതോടുകൂടി യൂണിഫൈഡ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം പതിയെ മാഞ്ഞു പോവുകയായിരുന്നു. അങ്ങനെ 1947 ആകുകയും എല്ലാ നെഗോഷിയേഷൻസും പരാജയപ്പെട്ടു പോവുകയും മുന്നോട്ടുള്ള കോൺഫ്ലിക്റ്റുകളും ചയോസും കണക്കിലെടുത്തുകൊണ്ട് രാജ്യത്തെ വിഭജിക്കുകയുമാണ് ചെയ്തത്. തുടർന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പലായനം നടക്കുകയും അനേക കണക്കിന് അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഇന്ത്യൻ വിഭജനവും തമ്മിലുള്ള ബന്ധം. ഇത് കുറേ കൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ വിശദീകരിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ.
ഇനി നമുക്ക് ഇതിൻ്റെ മറു സൈഡുണ്ട്. അത് നമുക്ക് മോഡേൺ ഇന്ത്യ സ്പെക്ട്രം പഠിച്ച് വരുന്ന സമയത്ത് ആ ഒരു സൈഡ് ബ്രിട്ടീഷ് പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് നോക്കി കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യോജിപ്പും വിയോജിപ്പുകളും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.